ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഗൗരി ആർട്ട് റെസിഡൻസിയിലാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ കല്ലാർ റിവർ. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന റെസിഡൻസിയുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ കല്ലാർ റിവർ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് പൊന്മുടി പോകുന്ന വഴിയാണ് ഈ ഒരു കല്ലാർ കഴിഞ്ഞാൽ പൊന്മുടി അങ്ങനെയാണ്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ ഒരു കാട്ടിനകത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്ന ആ ലെവലിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൗണ്ടൻ വാക്കിങ്ങോ അല്ലെങ്കിൽ ഫോറസ്റ്റ് വാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ബേഡ് വാച്ചേഴ്സിനൊക്കെ വരുവാണെങ്കിൽ ബേഡ് വാച്ചേഴ്സിന് പിന്നെ ബട്ടർഫ്ലൈ വാച്ചേഴ്സ് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഗൗരി ആർട്ട്. അപ്പോൾ ഈ കല്ലാറിന് പേരെങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു നദിയുടെ തീരത്ത് നിറച്ചും വെറൈറ്റീസ് ഓഫ് പെബിൾസ് ആണ്. കുറേ കല്ലുകളുണ്ട്, നല്ല രസമുള്ള കല്ലുകൾ. അങ്ങനെയാണ് കല്ല് പ്ലസ് ആറ്, കല്ലാറ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു പേര് വന്നിരിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം. അപ്പം നമുക്ക് ഇത് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഇതാണ് ഗൗരി ആർട്ട് ഗാലറിയുടെ ഗേറ്റ്. നമ്മൾ ഇതുവഴി അങ്ങോട്ട് കയറും. ഇതാണ് നമ്മുടെ കോട്ടയം. ഇപ്പം 2 കോട്ടയാണ്. താഴെ പറഞ്ഞുകൊണ്ട് റൂം, മുകളിലൊരു റൂം. ഫുൾ എന്താ പറയുക, ഒരു മെഡിറ്റേഷൻ അറ്റ്മോസ്ഫിയറാണ്. അതായത് മെജോറിറ്റി ഇപ്പോൾ ഞാൻ അവർ ഡിസ്കസ് ചെയ്തേക്കും ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ആർട്ടിസ്റ്റ്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്, അങ്ങനെ കുറച്ച് കലാപരമായിട്ടുള്ള ആൾക്കാരാണ് മെജോറിറ്റി ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താ പറയുക, അത്രയ്ക്കുള്ള ഒരു ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയറായി കിട്ടും. അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനും എഴുതാനും ഒക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വന്നാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്കിരുന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. നല്ല കിടിലൊരു സ്ഥലമുണ്ട്. പിന്നെ മുകളിൽ റൂം, ഇവിടെ ഒരു കിച്ചണുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സിറ്റിയിൽ നിന്നുള്ള തിരിച്ചകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഓക്കെ, നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ലോൺലി ആയിട്ടൊക്കെ ഇരിക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബെറ്റർ പ്ലേസ് ആണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് മെയിൻലി അവർക്ക് ഇപ്പം ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ഏകദേശം ഒരു പൊന്മുടി എത്തുന്നതിൻ്റെ കുറച്ച് താഴെ കല്ലാർ എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് താഴത്തെ ഈ ഒരു കോട്ടേജിൻ്റെ താഴത്തെ റൂമിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ താഴത്തെ കോട്ടേജ്. ഓക്കെ, നമ്മൾ വിശാലമായ റൂമാണ്. ഒരു വലിയൊരു ബെഡുണ്ട്. ഇതിനകത്തൊരു 2-3 പേർക്ക് സുഖമായി കിടക്കാം. പിന്നെ നമുക്ക് ഒരു അഡീഷണൽ ബെഡ് നമുക്ക് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു ടേബിളുണ്ട്, പിന്നെ ഒരു ഷെൽഫുണ്ട്, പിന്നെ ഒരു വാഷ്റൂമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴത്തെ കോട്ടേജിൻ്റെ ഒരു ഫെസിലിറ്റീസ്. ഇതാണെങ്കിൽ ഇതൊക്കെ നല്ല ഉഗ്രൻ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നൈസ് അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ കുറച്ച് ആർട്ട് വർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മ്യൂറൽ പെയിന്റിങ്സ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ താഴത്തെ റൂമിൻ്റെ ഒരു സ്പേസ്. ഓക്കെ, നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് വന്നാലും നമുക്ക് താഴെ നിൽക്കാം, മുകളിൽ നിൽക്കാം. ഒരു 3-6 പിന്നെ എക്സ്ട്രാ ബെഡ്റൂം ആണെങ്കിൽ 6-8 പേർക്ക് വരെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് ഇവിടെ അവൈലബിൾ. ഒരു ഉച്ച സമയത്ത് എനിക്ക് ഫുഡ് ഒന്ന് ഓർഡർ ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മുടെ ഈ പൊന്മുടി പിന്നെ കല്ലട ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലെ സ്പാർക്ക് ഓൺലൈൻ എന്നുള്ളൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ താഴെ കൊടുത്തേക്കും. ആ നമ്പറിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. അപ്പം നിങ്ങൾ മറക്കേണ്ട ആ ഒരു ആപ്പിന്റെ പേരാണ് സ്പാർക്ക് ഓൺലൈൻ. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഉച്ച സമയത്ത് 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പോകും. ഓക്കെ, ശരി. അപ്പം സ്പാർക്ക് ഓൺലൈൻ എവിടെയാണ്? നമ്മുടെ ഗുജറാത്തിലാണ്. ഗുജറാത്ത് നമ്മുടെ ചന്തമുക്കിലാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. നമ്മൾ പൊന്മുടി കല്ലാതെ നമ്മുടെ വിവിധ ഏരിയ കമ്പനി നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നു. ആ സമയത്ത് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഡെലിവറി കിട്ടും. എന്ത് സാധനം, ഗ്രോസറീസ് ആയാലും ഫുഡ് ആയാലും എന്ത് സാധനമായാലും
നമുക്ക് മെയിൻ നിങ്ങൾ ക്ലയൻസ് ഏതാണ് നമ്മുടെ ഈ റിസോർട്ട് വന്നവരാണോ? റിസോർട്ട് വരുന്നത് ഐസർ, നമ്മുടെ ഐസറിലുള്ളവർ അവരൊക്കെയാണ് നമ്മുടെ ക്ലയൻസ് എന്ന് പറയുന്നത്. അവർ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നതാണ്. ഗ്രോസറി ഐറ്റം എന്ത് സാധനമായാലും ഏത് സാധനം വേണമെങ്കിലും ഇതിലെത്തിയിട്ട് സ്പാർക്കിനെ വിളിച്ചാൽ മതി. അവിടെ ആ സമയത്ത് അവിടെ സ്പോട്ടിലൂടെ എത്തുന്നതാണ്. എൻ്റെ പേര് ഷാം. കണ്ടില്ലേ? അപ്പം സ്പാർക്ക് ഓൺലൈൻ നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് അടുത്ത സ്പോട്ടിൽ ഇവിടെ എത്തിയിരുന്നത്. അപ്പം ഞാൻ പതുക്കെ ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 2:30-3 മണി അടുപ്പിച്ചാൽ പാടായി. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഏരിയയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു റോയൽ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു നടത്തമാകാം. ഓക്കെ, അപ്പം ഈ ഒരു ആർട്ട് ഗാലറിയുടെ സറൗണ്ടിങ്സ് തന്നെ നല്ല രസമാണ് ഇതിൻ്റെ അതിലൂടെ നടക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നടന്ന് കല്ലാറിൻ്റെ സൈഡിലോട്ടൊക്കെ പോയി ഒരു നടത്തവും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു മൈൻഡ് റിഫ്രഷ്മെൻറ്റാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഓരോ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്തു പോകും. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ലോൺലിനെസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് നേരം ഒന്നിരുന്ന് ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് നല്ലൊരു സീനിക് അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഈ കല്ലാറ് വരുന്നത് വെച്ചാൽ അഗസ്ത്യാർ കൂടത്തുനിന്ന് പൊന്മുടിയിൽ നിന്നാണ് ഈ ഒരു ആറ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഔഷധ ഗുണമുള്ള ഒരു വെള്ളം തന്നെയാണ് ഇതുവഴി ഒഴുകുന്നത്. ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ്, നല്ല ക്ലീൻ ആൻഡ് ഭയങ്കര തണുപ്പുള്ള വെള്ളം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ കല്ലാറാണ്, അതുകൊണ്ട് ഞാൻ പല ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഈ റെസിഡൻസി ഒന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ മാക്സിമം സേഫായിട്ട് വേണം ഈ ഒരു പുഴയുടെ തീരത്തൊക്കെ ഇറങ്ങാൻ. ഇപ്പം കുറച്ച് വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് കല്ലെല്ലാം ഭയങ്കര സ്ലിപ്പറിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ക്രോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ പോകുന്നുള്ളൂ. ബട്ട് അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിക്കോഷൻസ് ആണ്. അതുകൊണ്ട് വരുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം, നല്ലൊരു സീനിക് ബ്യൂട്ടി ആസ്വദിക്കാം. പക്ഷേ ഇതിനകത്ത് ഇറങ്ങുന്നവർ കുറച്ചും കൂടെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. കാരണം ഇതിൻ്റെ പല കാര്യങ്ങളും നോക്കണം, വെള്ളത്തിൻ്റെ ഫോഴ്സ് നോക്കണം, പിന്നെ കല്ല് അത് ഫുൾ വെള്ളം നനഞ്ഞിട്ട് സ്ലിപ്പറി ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ മാത്രം പുറപ്പെടുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വ്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാനതും തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. വെള്ള കല്ലുകളുണ്ട് അവിടെ, നല്ല ഉഗ്രം വെള്ളാരം കല്ലുകളുണ്ട്. വേണമെങ്കിൽ ഈ കല്ലുകൾ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കേസിലൊക്കെ വയ്ക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നല്ല വലിയ കല്ലെടുത്ത് അമ്പലത്തായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും കിട്ടില ഒരു വൈബ് തന്നെയാണ്, കിട്ടില്ല വൈബ്, ഒരു രക്ഷയില്ലാത്ത വെള്ളം പോകുന്നുണ്ടല്ലേ ഈ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ പോകാം രണ്ട് സൈഡിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗരീസ് റെസിഡൻസി. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു പാലമുള്ളത്. ഓക്കെ, നല്ലൊരു സീനിക് അറ്റ്മോസ്ഫിയറാണ്. ഈ പാലത്തിൽ കൂടെ നമ്മളിങ്ങനെ രണ്ട് സ്ഥലത്തേക്ക് ജോയിൻ ചെയ്യുന്ന പാലം. ഇത് നമ്മുടെ പൊന്മുടി വെസ്റ്റ്. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമാണ്. സോ ആൾക്കാർ പയ്യന്മാരൊക്കെ വന്ന് ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു സ്ഥലത്താണ്. ഇപ്പം വന്ന് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം വന്ന് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും മാറും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ട്രെയിനിലൂടെ കുളിക്കാൻ. ഇവിടെ വലിയ ആഴമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കിടിലായിരിക്കും. അവിടെ മുകളിൽ പൊന്മുടി, ആ മലയുടെ കൊണ്ട് താഴെ കൂടെ വെള്ളം, ഇതുവഴി നമുക്ക് കുളിക്കാം. പിന്നെ ഇതൊരു പാലം. ഈ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കല്ലാറിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ജോയിൻ ചെയ്യുന്ന ഒരു പാലമാണ്. ഇതുവഴി വണ്ടിയൊക്കെ പോകാറുണ്ട്. പോയിട്ട് അപ്പുറത്തോട്ട് നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ടായിട്ട് പോകാം. വെള്ളമാണ്, നല്ല ഉക്കിയ തണുപ്പ്. ഓക്കെ, കല്ലാറിൻ്റെ വെള്ളം ഇതുവഴി വന്നിട്ട് നേരെ ഒഴുക്ക്, നല്ല ഒഴുക്ക് വെള്ളമാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, അടിപൊളി ആംബിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട്, അവിടെയാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് നമുക്കിവിടെ കുളിക്കാം. എന്തായാലും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ടേ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ബാച്ചിലേഴ്സുമായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കൂടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. നമുക്ക് ഇവിടെ കുളിച്ച് നല്ല ഒരു മൈൻഡ് റിഫ്രഷ് അല്ലെങ്കിൽ ബോഡി റിഫ്രഷ് എല്ലാം കൊണ്ട് റിഫ്രഷ് ആയിട്ട് നമുക്ക് വന്നിട്ട് വീണ്ടും പാർട്ടി ആരംഭിക്കാം. എന്തായാലും കിട്ടില്ല പ്ലേസ്, ഞാൻ കണ്ണുമൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഫ്രണ്ട്സ്.